ഹലോ, ഇന്ന് ഞാൻ എൻ്റെ സാരി കളക്ഷനാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. എന്താ വെച്ചാൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അലമാരയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സാരികളൊന്ന് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാം എന്നുള്ളൊരിതിൽ എങ്ങനെ സാരി സൂക്ഷിക്കാം, ഞാൻ എങ്ങനെ സൂക്ഷിക്കുന്നു അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല, കുറേശ്ശായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബെഡ്റൂമുകളിലൊക്കെ പെയിൻറ്റിങ്ങും ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ അലമാരി ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്, എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് എങ്ങനെ ഞാനത് എന്താണ് സൂക്ഷിക്കുന്നതെന്നും ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ സാരി കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റബ്ബ് വുഡിൻ്റെ അലമാരി കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇതിൽ തീരെ പൂപ്പലൊന്നും വരില്ല. നമ്മളെ നല്ല സാരികളെല്ലാം ഞാൻ ഇതിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ മഴക്കാലമായാലും ഒന്നും അലമാരി തുറക്കുമ്പോൾ ഒരു മണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെയും സ്വപ്നയുടെയും ഗീതുവിൻ്റെയും ഉണ്ട് കേട്ടോ. ഇതിൽ കാഞ്ചീപുരം സാരികളൊക്കെയുള്ള ഒരു ഇത് ഞാൻ ഇങ്ങനെ തന്നെയാണ് തൂക്കി വെക്കുക. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഇതെന്റെ കല്യാണ സാരിയാണ് കേട്ടോ. സുരേട്ടന് ഓർമ്മ ഉണ്ടോ? ഇത് ഉണ്ടോ? അപ്പോ ഇതിപ്പോ ഞാന് എടുക്കുമ്പോ കണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വെയിലത്തിടും. ഈ കാഞ്ചീപുരം സാരികളൊക്കെ ഞാൻ കൊല്ലത്തിൽ ഒരു 2 പ്രാവശ്യം വെയിലത്തിട്ടിട്ട് എടുത്തു വെക്കും കേട്ടോ. ഒക്കെ ഇങ്ങനെ ഹാങ്ങറിന്റെ മുകളിൽ മാത്രമേ ഇടുള്ളൂ. പിന്നെ ഇതെല്ലാം ഡ്രൈ വാഷ് ചെയ്യില്ല, പോളിഷ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. അത് ഡ്രൈ വാഷ് ചെയ്യുന്നിടത്ത് പോളിഷ് ചെയ്യും. അപ്പൊ എന്താ 40 കൊല്ലമായ സാരിയാണ്. അതെ, ഇത് കണ്ടോ, ഇതിന്റെ ഒക്കെ ഒരു ഡിസൈൻ, ഇതൊക്കെ ഇപ്പോ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയും നല്ല ഡിസൈനാണ്. ഇത് കാഞ്ചീപുരം അല്ല കേട്ടോ, ഇത് ബനാറസ് ആണ് ഈ സാധനം. ഇതിന്റെ പല്ലു എന്നൊക്കെ പറയുന്നത് നല്ല നല്ല ഡിസൈനാട്ടോ. ഇതൊക്കെ പിന്നെ എടുത്തിട്ടുണ്ടോ? ഓ, കല്യാണത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഈ കളറൊന്നും എനിക്ക് എത്ര കുറച്ച് പ്രായമായില്ലേ, കുറച്ച് ഭയങ്കര വർക്കാ അതിന്, അതുകൊണ്ട് എടുക്കാറില്ല. ഇത് ഒപ്പനയ്ക്കൊക്കെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ, മണവാട്ടിക്ക് എടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഇതിന് ഒരു കേടും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഈ ഡിസൈനൊന്നും ഇപ്പൊക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അന്ന് ഇതിന് 1500 രൂപയായിരുന്നു കേട്ടോ വില. പിന്നെയുള്ള സാരി എന്ന് പറയുന്നത് ഇത് എൻ്റെ അല്ല കേട്ടോ, ഇത് സ്വപ്നയുടെ കല്യാണ സാരിയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ജയലക്ഷ്മി എന്നാണ് അല്ലേ എന്ന് മേടിച്ചത്. ജയലക്ഷ്മിന്ന് മേടിച്ച സാരി കേട്ടോ. അത് നല്ല അന്ന് അവൾക്ക് ജ്യോതികയുടെ കല്യാണ സാരിയുടെ മാരത്തെ സാരി വേണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണിത്. അപ്പോൾ നല്ല കളറും ഇതൊക്കെ അന്ന് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, പിന്നെ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ചുമതലയാണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഞാനിങ്ങനെ 2 പ്രാവശ്യം വെയിലത്തിടും, തിരിച്ചും മറിച്ചും. നല്ല കളറല്ലേ, ഈ കളറൊന്നും ഒരിക്കലും ഒരു കാലത്തും ഫാഷൻ പോവാത്ത കളറാണിത്. ഇതിന്റെ ബ്ലൗസ് ഒന്നും ഇപ്പൊ ഇടാൻ പറ്റില്ല, എന്നുവെച്ചാ ആ ഒരു സമയത്തെ തടിയല്ലല്ലോ ഇപ്പൊ ഉള്ളത്. അപ്പോ ഇതാണ് ഒരു സാരി. അപ്പൊ പിന്നെ ഇത് ഗീതുവിന്റെ കല്യാണ സാരിയല്ല, ഇതൊരു മുണ്ടും വേഷ്ടിയാണ് ഗീതുവിന്റെ. അന്ന് അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഇത് നല്ല നല്ല മുണ്ടും വേഷ്ടിയ. കണ്ടമാനം ആൾക്കാർ ഇത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാ മേടിച്ചത്. ഒറ്റപ്പാലം ഒരു SM ട്രഡേഴ്സ് തിരുവല്ല, ഇത് ഒറ്റപ്പാലത്ത് നിന്ന് അവര് നെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഇത് അവരൊരു വേറൊരു ഫോറിൻ ആൾക്ക് വേണ്ടി നെയ്ത് വെച്ചതിൽ ഒന്നുണ്ടായിരുന്നു. അപ്പൊ അവൾക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എടുത്തതാണ് ഈ മുണ്ടും വേഷ്ടി. നല്ല മുണ്ടും വേഷ്ടി കേട്ടോ. കുറെ ആൾക്കാർ ഇതിനെ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്ന എടുത്തതെന്ന് അന്ന്. അതെ, പക്ഷെ അവർക്കൊന്നും ഈ ഒരു ഡിസൈൻ പിന്നെ കിട്ടിയിട്ടില്ല അവിടെ പോയിട്ട്. ഇത് അവര് സ്പെഷ്യലായിട്ട് അന്ന് നെയ്ത് വെച്ചതായിരുന്നു. അതിലൊന്നുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ പോയപ്പോ അവർക്ക് ഇഷ്ടമായപ്പോ ഇതെടുക്കാൻ വേണ്ടി പോയതല്ല, ഞങ്ങൾ മുണ്ടും വേഷ്ടിയും വേറെ എടുക്കാൻ വേണ്ടി പോയി. ഇത് കണ്ടപ്പോ അവളെ കണ്ടപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ നോക്കി നോക്കൂ പറഞ്ഞിട്ട് അന്ന് അവിടുന്ന് എടുത്തു നോക്കിയപ്പോ നല്ല ഭംഗി തോന്നി. അപ്പൊ നന്നായിരുന്നു അന്നത്തെ ഡ്രസ്സിങ്ങും
ഒക്കെ. അപ്പൊ അതാണ്. അപ്പൊ ഇത് ഈ 3 സാരികളാണ് ഞങ്ങൾ കല്യാണ സാരികള്. ഇത് പിന്നെ ഞാൻ ഗീതുവിന്റെ കല്യാണത്തിന് എടുത്ത സാരി കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തിട്ട് അങ്ങനെ എന്താണ് ഡ്രൈ പോളിഷ് ചെയ്തിട്ടില്ല, അങ്ങനെ ഉണക്കി വെച്ചതാണ്. ഇത് കല്യാണിന് എടുത്തതാണ് ഈ സാരി. 12 കൊല്ലം. ഇതും 12 കൊല്ലമായി. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് വേറെ മാതിരി മടക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ട് വീണ ഇങ്ങനെ കീറാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പട്ടന്മാരൊക്കെ ഇങ്ങനെ തുണിയിൽ പൊതിഞ്ഞു വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ എന്താ പറയാ, ഹാങ്ങറിൽ തൂക്കുക തന്നെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഇത് സ്വപ്നയുടെ കല്യാണത്തിന് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് മേടിച്ചൊരു സാരിയാണിത്. ഇത് ജയലക്ഷ്മിന്ന് മേടിച്ചതാ. ഇതെനിക്ക് ഇങ്ങനത്തെ സാരികളോടാണ് കൂടുതൽ. ഇത് പിന്നെ അന്ന് എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബോർഡറും ഇങ്ങനത്തെ പ്ലെയിൻ സാരികളോടാണ് ഇഷ്ടം. 16 കൊല്ലായി. അതെ, ഇതൊക്കെ കൊല്ലങ്ങളായിട്ടുള്ള സാരികളാണ്. പക്ഷെ ഒന്നിനൊരു കേടില്ല. എന്താ അറിയില്ല, എങ്ങനെ സൂക്ഷിക്കണോണ്ട് എന്താ അറിയില്ല. ചിലവരൊക്കെ പറയും ഇങ്ങനെ പൊട്ടിപ്പോയി എന്നൊക്കെ. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഒരു ഇതും വന്നിട്ടില്ല. ചില തുണികൾക്ക് ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ എന്താണ് പട്ടുസാരി കളക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെന്താ ഒരു കല്യാണത്തിന് ഒരു സാരി എടുത്ത പിന്നെ നിങ്ങൾ എടുക്കണോ? ഞങ്ങള് ഷർട്ട് പറഞ്ഞ എന്നും ഇടും. ഷർട്ടിനൊന്നും അങ്ങനെ കളക്ഷൻ ഇല്ല. പിന്നെ ഈ സാരി എന്ന് പറയുന്നത് ഞാനൊരു പെങ്ങളുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് എടുത്ത കേട്ടോ. അപ്പൊ ഈ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ നമ്മള് എന്താ പറയാ അവാർഡ് നൈറ്റ് ഒക്കെ കാണില്ലേ, അപ്പൊ ഒരു സിനിമാ നടി ഇങ്ങനെ എടുത്ത് കണ്ടു ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. അന്ന് മുതലേ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു സാരി എടുക്കണം. അപ്പൊ ഇപ്രാവശ്യം ജയലക്ഷ്മിയിൽ പോയപ്പോ അത് കണ്ടപ്പോ എടുത്തതാട്ടോ. നല്ല സാരിയാണ്, എടുക്കാനും നല്ല സുഖം. ഒരു തന്നെയാണ്, കാഞ്ചീപുരം തന്നെയാണ്, സോഫ്റ്റ് കാഞ്ചീപുരം. ഇത് എത്ര കാലായാലും ഇത് ഇതേമാതിരി ഇരിക്കും. ഇതൊക്കെ നല്ല സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പണി കഴിയും. പിന്നെ ഞങ്ങൾ ചെന്നൈ പോയപ്പോഴേ, ബാംഗ്ലൂരിന്ന് ചെന്നൈ ഇങ്ങനെ കാറിലൊന്ന് പോയി. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ കാഞ്ചീപുരം വഴി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാഞ്ചീപുരം വഴി പോയപ്പോൾ എടുത്തതാട്ടോ ഈ സാരി. ഇത് നല്ല സിൽക്കാണ്, നല്ല ലാഭത്തിൽ കിട്ടുകയും ചെയ്തു കാഞ്ചീപുരത്ത് പോയ കാരണം. അതെ, ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓറഞ്ചും പച്ചയും കൂടിയ ഒരു കോമ്പിനേഷൻ. നല്ല നല്ല സാരി കേട്ടോ. നല്ല റേറ്റ്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ എപ്പോഴും പോയി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അന്ന് അങ്ങനെ എടുത്തതാണ് ഈ ഒരു സാരി. എങ്ങനെ ഓർമ്മ നിൽക്കണേ, എവിടുന്ന് എടുത്ത ഷർട്ട് ഒന്നും അറിയില്ല. കടയിൽ പോയി എടുത്തിടും, അത് ദിവസം അതന്നെ ഇടും. ഏതാ ഇഷ്ടപ്പെട്ട അതന്നെ ദിവസം ഇടും. അല്ലാതെ കളക്ഷനും ഇല്ല, ഓർമ്മയില്ല. എവിടുന്ന് എടുത്താന്ന് ഓർമ്മയില്ല. ഓർമ്മ ഇത് അതേമാതിരി എനിക്ക് നല്ല ഇഷ്ടമുള്ള സാരിയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്കിതിന്റെ ബ്ലൗസ് ചിലപ്പോൾ മുറിച്ചാൽ ചിലപ്പോൾ എനിക്കൊന്ന് ഞെറി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ അങ്ങനെ പറ്റിപ്പോയ ഒരു സാരി കേട്ടോ അത്. പക്ഷെ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് എടുക്കാറില്ലല്ലോ. എടുക്കാറൊക്കെ ഉണ്ട് കല്യാണങ്ങൾക്കൊക്കെ. കല്യാണത്തിനല്ലേ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ എടുക്കുള്ളൂ. അല്ലാതെ പുറത്തൊന്നും പോകുമ്പോ നമ്മളിങ്ങനെ ഒരു സാരി, അല്ലെങ്കിൽ വല്ല അമ്പലങ്ങളിൽ പോകുമ്പോ ഒക്കെയല്ലേ എടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സാരിയാണിത്. ഇത് പിന്നെ ഇപ്പൊ അതിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഇറങ്ങിയ സാരി കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം ഏട്ടന്റെ മോളുടെ കല്യാണത്തിന് എടുത്തതാണ്. ഇത് പ്യുവർ സിൽക്കാണ്. പക്ഷെ ഇതില് ഇതേമാതിരി വർക്കുകളൊന്നുമില്ല, വെറും പ്ലെയിൻ ബ്ലാക്ക് ഒരു മെറൂണും കൂടിയിട്ടുള്ള ഒരു ബോർഡർ. നല്ല നല്ല സാരി കേട്ടോ. എടുത്താൽ നല്ല ഒതുക്കം ഒക്കെ കിട്ടുന്ന ഒരു സാരിയാണ്. ഇതൊക്കെയാണ് എൻ്റെ നല്ല കളക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സാരികളെല്ലാം ഞാൻ ബോംബെന്ന് മേടിച്ചതാട്ടോ. ബോംബെയിലെ ഇങ്ങനെ മോളിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇവരെ സ്റ്റോളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ മേടിച്ച സാരിയാണ് ഇതും. ഇത് റോസ് സിൽക്കാണ് കേട്ടോ ഈ സാരി. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സാരിയാണിത്. ഇത് രണ്ടും അതെ, നല്ല കുറേ കാലമായി ഇതെല്ലാം മേടിച്ചിട്ട് കേട്ടോ. അപ്പൊ അടുത്തൊന്നും പോകുമ്പോൾ മേടിക്കാറില്ല. പിന്നെ ഇത് കോട്ടൺ സാരികളാണ് എനിക്ക് എപ്പോഴും അധികം ഇഷ്ടം. അപ്പൊ അധികം കോട്ടൺ കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ കല്യാണത്തിന് എടുത്തു. ഇതൊക്കെ ചീമാട്ടിന്ന് മേടിച്ച കേട്ടോ. ചീമാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചീമാട്ടി പോയി സാരി മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒന്നുമില്ല. പണ്ടൊക്കെ സുരേട്ടൻ എല്ലാ 6 മാസം കൂടുമ്പോൾ അവർക്ക് ഷിപ്പില് എന്താ പറയാ
ഇത് ചെയ്യണം, മെഡിക്കൽ ചെയ്യണം. അപ്പോൾ എറണാകുളത്ത് പോയിട്ടാണ് ചെയ്യുക. അപ്പോൾ പോകുമ്പോൾ മേടിക്കും ഇങ്ങനെ സാരീസ്. അത്ര വില കൂടിയതൊന്നുമല്ല, പക്ഷെ നല്ല സാരീസാണ്. ഒരു 1000-നും താഴെയൊക്കെ നല്ല കോട്ടൺ സാരികൾ ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ. അപ്പോൾ അങ്ങനത്തെ സാരികളാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇതൊക്കെ എത്രയോ കാലമായിട്ട് മേടിച്ച സാരികളാണ്, അല്ലാതെ ഞാൻ വില കൂടിയ സാരികൾ ഒരിക്കലും എനിക്കിഷ്ടമല്ല അങ്ങനെ മേടിക്കുന്നത്. കുറച്ച് പൈസയ്ക്ക് നല്ല ഗ്രാൻഡായി തോന്നുന്ന സാരികൾ അതെപ്പോഴും കോട്ടണിലാണ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാരികളാണ് ഞാൻ അധികം മേടിക്കുക. അപ്പോൾ അതിൻ്റെ കളക്ഷൻസാണ് ഇതും. അതെ, ഞാൻ സ്വപ്നയുടെ അവിടുന്ന് ഇതൊന്നും അധികം വില ഇല്ല കേട്ടോ. അതൊക്കെ ഒരു 1500 അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ വില. പക്ഷെ ഇതൊക്കെ നല്ല നല്ല സാരികൾ, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന സാരികളാണ് ഇതെല്ലാം. അപ്പോൾ ഇതാണ് കളക്ഷൻ. പിന്നെ ഞാൻ സാരികളൊക്കെ സൂക്ഷിക്കുന്നത് എന്തിലാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനിതാ ഇങ്ങനത്തെ കവറുകളിലാട്ടോ, അതൊക്കെ നമുക്കിപ്പോൾ ആമസോണിൽ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ മുണ്ടും വേഷ്ടികളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്കിങ്ങനെ വെച്ചാൽ ഇതേമാതിരി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ മുണ്ടും വേഷ്ടിയുടെ കളക്ഷൻ എനിക്ക് കുറവാണ്. എനിക്ക് വലിയ ഇഷ്ടമില്ല മുണ്ടും വേഷ്ടിയൊന്നും എടുക്കാൻ. ഇതെൻ്റെ അമ്മയുടെ മുണ്ടും വേഷ്ടി കേട്ടോ, ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. അത് അങ്ങനെ എടുക്കാറില്ല. ഇത് അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, അമ്മയുടെ ഏതെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഇത് എടുത്തു വെക്കുക എന്നുള്ളത്. അച്ഛൻ്റെ തൊപ്പി, അച്ഛൻ്റെ സ്വെറ്റർ ഒക്കെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതൊക്കെ സ്വപ്നയ്ക്ക് ഇത് ആണ്, ചിലതെല്ലാം. ഇതൊക്കെയാണ് എനിക്ക് അങ്ങനെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് മുണ്ടും വെഷ്ടിയിൽ. ഇതൊക്കെ എന്റെയാണ്, ഇത് ഗീതുവിൻ്റെയാണ്. ഞാൻ മുണ്ടും വേഷ്ടിയുടെ കളക്ഷൻ കുറച്ച് കുറവാട്ടോ. എനിക്ക് അത്ര ഇഷ്ടമല്ല അത് എടുക്കാൻ. അതുകൊണ്ട് എടുത്താലൊരു എന്താ പറയുക, നമുക്ക് എടുത്തു എന്ന് തോന്നണ്ടേ. അപ്പൊ അത് പിന്നെ വെള്ള എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു കളറാണ്. എന്നാലും ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഓണത്തിനൊക്കെ ഒന്ന് എടുക്കുന്നല്ലാതെ അങ്ങനെ എടുക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഈ സാരി, ഇതും എനിക്കൊരു ഇത് 15ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ എടുത്തുന്നതാ, സുരേട്ടൻ്റെ ഏട്ടൻ. നോക്കി നോക്കൂ, ഇത് ഒരു കേടുമില്ല. 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി പറഞ്ഞപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? 25 വർഷമായിട്ടുള്ള സാരി കേട്ടോ. ഇതിന്റെ കളറ് അതാണ്. ഇതിപ്പോ ഞാൻ കുറച്ച് ദിവസം എടുത്തിട്ട് പോളിഷ് ചെയ്ത് വെച്ചതാട്ടോ, പിന്നെ എടുത്തിട്ടില്ല. നമുക്ക് ഒരു കേടുമില്ല. പക്ഷെ ഇത് തിരുമ്പാൻ പറ്റില്ല. ഇത് തിരുമ്പി കഴിഞ്ഞാൽ പിഞ്ഞ മാതിരിയാവും. അപ്പൊ ഇങ്ങനത്തെ സാരികളൊക്കെ ഞാൻ ഇങ്ങനെ മേടിക്കുന്ന എല്ലാ സാരികളും ഞാൻ തിരുമ്പില്ല കേട്ടോ, എല്ലാം പോളിഷ് ചെയ്യല്ലോ. ഒരു 3-4 പ്രാവശ്യം എടുക്കും. ഓരോ പ്രാവശ്യം എടുത്താലും ഇങ്ങനെ കാറ്റ് കൊള്ളിക്കും. എന്നിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോളിഷ് ചെയ്യും. പിന്നെ പോളിഷ് ചെയ്ത് വെച്ച സാരിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സാരി സൂക്ഷിക്കുന്നത് കേട്ടോ. എൻ്റെ സാരികളൊക്കെ എത്രയും പഴക്കമുണ്ടെങ്കിലും പിന്നെ ഞാൻ കുറേയൊക്കെ എല്ലാവർക്കും കൊടുക്കും. എനിക്ക് അധിക സാരികൾ ഇങ്ങനെ എടുത്തു വെക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൊടുക്കും. ഇതിലുള്ള സാരികളെല്ലാം സ്വപ്നയുടെയും ഗീതുവിൻ്റെയും കേട്ടോ. അതൊന്നും അവർ കൊണ്ടുപോയില്ല, ഒക്കെ ഞാൻ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത സാരികളാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് പൊട്ടിയിട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുക. അപ്പൊ ഞാനിതെല്ലാം ഇതിലാണ് സൂക്ഷിക്കുക. ഇതായിരിക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു സാരി. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇവരും എടുക്കില്ല. അപ്പൊ അത് മിത്തുവിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അവളും ചെയ്യുമോന്നറിയില്ല. അപ്പോൾ അതേമാതിരി ഈ സാരിയൊക്കെ പണ്ട് ശീമാട്ടിന്ന് എടുത്ത സാരികളായിട്ടവരെ ഓരോ കല്യാണങ്ങൾക്കൊക്കെ. പക്ഷെ എന്തൊരു രസം എപ്പോഴും കാണാൻ. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള സാരികൾ കേട്ടോ. ഇതൊക്കെ സ്വപ്നയുടെ കല്യാണത്തിന്റെ മുന്നുള്ള സാരി. ഇത് പിന്നെ അവള് അവിടുന്ന് എടുത്ത സാരി. ഇത് സ്വപ്നയുടെ കല്യാണത്തിന് ഗീതുവിന് എടുത്ത സാരി. ഇതെനിക്ക് എന്താ പറയാ, അന്ന് വാശി പിടിച്ച് മേടിച്ചു എന്നല്ലാതെ 1-2 പ്രാവശ്യം എടുത്തു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് എന്താ പറയാ, എന്താ ചെയ്യാതെന്ന് എനിക്ക് അറിയുന്നില്ല. അത് അത്രയും നല്ല ഒരു സാരി അതിട്ട് ഇപ്പൊ ഇങ്ങനത്തെ വർക്കൊക്കെ കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ വകയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. ഞാൻ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കണമെന്ന് മാത്രം. പിന്നെ ഇത് പിന്നെ ഗീതുവിന് ഓൺലൈനിൽ എടുത്തൊരു സാരി. ഇത് നല്ല സാരി. ഇതൊക്കെ പിന്നെ എടുക്കും. ഉണ്ടോ,
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാരി കളക്ഷനും സാരി എങ്ങനെ സൂക്ഷിക്കാൻ. അപ്പോൾ ഞാൻ സൂക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തന്നു. അപ്പോൾ ഇതാണ് ഞാൻ സാരി ഇത്രയും കാലം കേടുകൂടാതെ ഇരിക്കാവുന്ന ഒരു രഹസ്യം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇതിൽ തൂക്കുന്ന ഒരു സാധനം ഉണ്ട്. പിന്നെ ഞാൻ ഇതിലേ ഇങ്ങനെ സാരിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടും. ഇത് പൊട്ടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ അറിയുണ്ടാവും എല്ലാവർക്കും. ഇത് നല്ലൊരു മണ. ഇതിൻ്റെ മുല്ലപ്പൂവ്, റോസ് ഒക്കെ ഇതെങ്ങനെ തൂക്കിയിട്ടാലേ നമുക്ക് പഴകിയ മണം ഉണ്ടാവില്ല. പഴകിയ മണം ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിതെല്ലാം ഈ കവറിൽ ഇട്ട് വെക്കുന്നത്. ഇപ്പൊ അങ്ങനെ പഴകിയ മണം ഉണ്ടാവും. പിന്നെ ആ എന്താ പറയാ നല്ലൊരു മണം കൂട്ടത്. അപ്പൊ ഇതാണ് ഞാൻ ഇതിൽ തൂക്കുന്ന സാധനം. ഇതെല്ലാം ഷോപ്പിംഗ് മാളിൽ പണ്ടൊക്കെ ബാംഗ്ലൂരും ബോംബെയൊക്കെ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നല്ല മണമുള്ളത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ചിലതൊക്കെ വൃത്തിയിട്ട മണാവും. അപ്പൊ അങ്ങനെ മുല്ലപ്പൂവ്, റോസ്, കൈത അതിൻ്റെയൊക്കെ അങ്ങനത്തെ ഇതുള്ളത് ആണ് ഞാൻ മേടിച്ചിടുക. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പുതിയത് മേടിച്ചതാണ്, പുതിയത് വെക്കാൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ സാരി കളക്ഷനും സാരി ഞാൻ എങ്ങനെ സൂക്ഷിക്കണമെന്ന്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു, ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇനി അടുത്ത് ഞാൻ കുക്കിംഗ് ആയിട്ട് വരാം. ഇപ്പോൾ അടുക്കള ഒന്നും കൂടി വൃത്തിയാവാണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അടുക്കളയിലത്തെ ഷൂട്ടിങ് നടത്താത്തത്. അപ്പൊ എല്ലാവർക്കും ബൈ.